അസ്ലമോയമാണ്. നമ്മളുള്ളത് മലപ്പുറവും കോഴിക്കോടുമായി അതിരുപങ്കിടുന്ന മനോഹരമായിട്ടുള്ള ഹിൽ പ്രദേശമായ കക്കാടംപൊയിലാണ്. ഒരു 2 ഡേ ട്രിപ്പൊക്കെ നമ്മൾ ആലോചിക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇടുക്കിയും മൂന്നാറും വയനാടൊക്കെയാണ്. എന്നാൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളുമായി അതിരു പങ്കിടുന്ന ഈ മനോഹരമായിട്ടുള്ള ഹിൽ പ്രദേശം കക്കാടംപൊയിൽ നമ്മുടെ ലിസ്റ്റിൽ വരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള കിടിലൻ ഓപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. മിസ്റ്റി ബേ റിസോർട്ട്. കക്കാടംപൊയിലെ അടിപൊളി റിസോർട്ടാണിത്. ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി പൂളാണ്. ആ പൂളിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചിട്ട് സ്കൂൾ അവധിയാണ്, വെക്കേഷൻ ടൈമാണ്, വിഷുവും റംസാനൊക്കെ ആയിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നാട്ടിലെ ചൂടിന് നമുക്ക് ഈ നീരാടൽ ഭയങ്കര രസമായിരിക്കും. പ്രത്യേകിച്ചിട്ട് കുട്ടികളുമായും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും സുന്ദരമായൊരു സ്പോട്ടാണ് കക്കാടംപൊയിലെ ഈ ഒരു സ്ഥലം. 2 ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്യുക. ഒരു ദിവസം നമ്മളിവിടെ താമസിക്കുക. കുടുംബമായിട്ടും കൂട്ടുകാരൊക്കെ പോകാൻ പറ്റിയ മനോഹരമായിട്ടുള്ളിടം, അടിപൊളി പാർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ ഏകദേശം 10-15 ആൾ അല്ലെങ്കിൽ 30 ആൾ വരെ മാക്സിമം നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും സുന്ദരമായിട്ടുള്ള റൂമുകളും ഏറ്റവും സുന്ദരമായിട്ടുള്ള കിടക്കകളും ബാൽക്കണിയും ഒക്കെയുള്ള ഇടമാണ് നമ്മുടെ മിസ്റ്റി ബേ റിസോർട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത. മനോഹരമായിട്ടുള്ള ടോയ്ലറ്റ്. അങ്ങനെ നമ്മൾ കുടുംബമായിട്ട് ഗ്യാദർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് നമ്മളൊരു യാത്ര പോകുന്നുണ്ട്, അവിടെ നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഇടമാണ്. കാരണം നമുക്കായിട്ടൊരു പ്രൈവറ്റ് പൂള്, ആ പൂളിൽ നമുക്ക് അർമാദിച്ച് കുടിക്കാൻ പറ്റിയൊരിടം, അതിനേക്കാളുപരി മനോഹരമായിട്ടുള്ള താമസസ്ഥലം. ആ താമസസ്ഥലം എന്നുള്ളത് സുന്ദരമായ ഇൻറ്റീരിയൽ ഡെക്കറേഷനൊക്കെ കൊണ്ടിട്ടുള്ള അടിപൊളി റൂം. ഇനി കുറച്ചും കൂടി ആളുകൾക്ക് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോർമിറ്ററി സൗകര്യം പോലെയുള്ള, അതും സാധാ ഡോർമിറ്ററിൽ നിന്നും വ്യത്യസ്തമായി മനോഹരമായിട്ട് ഒരുപാട് പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. അത്രക്കും ആളുകൾ നമ്മൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത്, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എല്ലാവരും പെരുന്നാളിന് അല്ലെങ്കിൽ ഈ വിഷുവിനൊക്കെ ഇവിടെ യാത്ര പ്ലാൻ ചെയ്യുന്നു ആലോചിക്കുന്ന സമയമാണ്. എന്തായാലും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് നിങ്ങൾ അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ വയനാടും ഇടുക്കിയും എല്ലാവരും പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അൺഎക്സ്പ്ലോർഡ് ജംസാണ് ശരിക്കും കക്കാടംപൊയിൽ ഈ ഒരു സംഭവം. കക്കാടംപൊയിൽ ഈ റിസോർട്ടിൻ്റെ വരാന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള മലനിരകൾ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിരാവിലെ നമ്മുടെ ജനാലകൾ തുറന്ന് അല്ലെങ്കിൽ കതക് തുറന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള കാഴ്ചകൾ, സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് പച്ചപ്പ് കൊണ്ട് മൂടിയിരിക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്ന മിസ്റ്റി ബേ റിസോർട്ടാണിത്. മിസ്റ്റ് കൊണ്ട് മൂടിയിരിക്കുന്ന റിസോർട്ടാണ്. കാഴ്ചകൾ കണ്ട് കഥകൾ പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ വേണ്ടി ഭയങ്കര രസമായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, പുറത്ത് വിശാലമായിട്ട് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് കഥകൾ പറയാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ഇടം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്ന് കഥകളും പാട്ടുകളുമായി നമുക്ക് ചിലവഴിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടാത്തത് ആരാണുള്ളത്? തീർച്ചയായിട്ടും യാത്രകൾ മനോഹരമാകുന്നത് ഒരുമിച്ചുള്ള ഇരുത്തവും സംസാരവും ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സുന്ദരമായ ഇടം തന്നെയാണ് മിസ്റ്റി ബേ റിസോർട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒരു 10-15 പേർക്ക് അല്ലെങ്കിൽ 30 പേർക്ക് ഏറ്റവും സുന്ദരമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ചുറ്റും പൂക്കളും ചെടികളും ഒക്കെയുള്ള സ്ഥലമാണ്. നമുക്ക് അതിസുന്ദരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു പാക്കേജിൽ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഏറ്റവും സുന്ദരമായ, ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കുരിശുമല എന്ന് പറയുന്ന അടിപൊളി സ്പോട്ടിലെത്താൻ പറ്റും. അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ, കക്കാടംപൊയിലിൻ്റെ ഏറ്റവും സുന്ദരമായ വ്യൂ പോയിന്റിലേക്ക് നമ്മളവിടെ എത്തി നമുക്ക് അവിടെ കാഴ്ചകൾ കാണാൻ പറ്റും. 2 കിലോമീറ്റർ മാത്രം നടന്നാൽ മതി. ഇനി നടക്കാൻ കഴിയാത്തവർക്കുള്ള ജീപ്പ് സഫാരിയും അവിടെയുണ്ട്. അതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചെറിയ ഓഫ് റോഡിൽ കൂടി ഏറ്റവും മുകളിലെത്തുന്ന കാഴ്ച. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുന്നും മലയും താണ്ടി മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചയുണ്ട്. ഒരു കുരിശ് കാണാൻ പറ്റും. അതാണ് കുരിശുമല എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. അവിടുന്ന് നമുക്ക് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായ മലനിരകൾ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. രാവിലെ നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യുക. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു നടത്തം. ആ നടത്തം മുകളിലെത്തി സൂര്യോദയം നമുക്ക് കാണാൻ പറ്റും. ഇനി തിരിച്ചിറങ്ങി വന്ന് വീണ്ടും കുളിച്ച് വൈകുന്നേരം വീണ്ടും സൂര്യാസ്തമയവും നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടത്തേക്ക് വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളാണ് പ്രകൃതിയെ സുന്ദരമായി സംരക്ഷിക്കേണ്ടത്. അത് നമ്മുടെ കടമയാണ്. തീർച്ചയായിട്ടും ആ കടമ നമ്മൾ നിറവേറ്റുമ്പോൾ
പ്രകൃതിയോടും മനുഷ്യരോടും എല്ലാവരോടുമുള്ള ഉത്തരവാദിത്തപ്പെട്ട യാത്രികരായി നമ്മൾ മാറും. അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി ഇന്നും നാളെയും മറ്റന്നാളും വരുന്നവർക്ക് വേണ്ടി നമുക്ക് ഈ ഭൂമി സൂക്ഷിക്കണം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വീണ്ടും മിസ്റ്റി ബേ റിസോർട്ടിലാണ്. അവിടെ നമുക്കറിയാം നമ്മൾ രാവിലെ നടന്ന ക്ഷീണവും ഒക്കെ മാറ്റാൻ വേണ്ടി വീണ്ടും നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സ്വിമ്മിംഗ് പൂളിലൊരു കുളി അത് ഭയങ്കര രസമാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ വന്ന് യാത്ര ചെയ്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടുന്ന് സ്വിമ്മിംഗ് പൂളിൽ ഒരുപാട് വോളിബോൾ കളിയും അങ്ങനെ ഒരുപാട് കളികളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കക്കാടംപൊയിൽ ആട്യംപാറ വാട്ടർഫാൾ, കോയിപ്പാറ വാട്ടർഫാൾ അങ്ങനെ ഒരുപാട് വാട്ടർഫാളും ഇവിടെയുണ്ട്, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നിലമ്പൂർ നമുക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും. നിലമ്പൂർ തേക്ക് കാടിലേക്ക്, നിലമ്പൂരിൽ നിന്നൊക്കെ ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കക്കാടംപൊയിൽ. ഏകദേശം 28 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ പറ്റും. അപ്പോൾ മലബാർ ഏരിയയിലുള്ളവർ ഇനി ബസ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മുക്കം വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയ ഓപ്ഷൻ. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നടക്കുന്നത് ഞാൻ വെള്ളത്തിലേക്ക് എങ്ങനെ മുങ്ങാൻ കുഴിയിടുക എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചെറിയൊരു ട്രെയിനിങ് സെഷനാണ്. എൻ്റെ അനിയനാണ് അർഷദ്. അപ്പോൾ അർഷദ് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും നടന്നു. അത് എത്രത്തോളം വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. പെരുന്നാളിനും വിഷുവിനും വെക്കേഷൻ സമയത്തൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു ലിസ്റ്റും കൂടി നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് വരിക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മനോഹരമായിട്ടുള്ള സ്റ്റേയും അതുപോലെ തന്നെ കക്കാടംപൊയിലും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഗുഡ് ബൈ.